സെക്ഷൻ 2 രണ്ടാമത്തെ ക്ലാസ് ആണിത്. നമ്മളിതാ ബീച്ചിലൊക്കെ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ആരും പറയാണ്ട് എങ്ങോട്ടും പോകരുത്. വരക്കാനാണോ കളിക്കാനാണോ? എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ എന്നും എല്ലാവരും വീട്ടിൽ നടക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ വളർച്ചയ്ക്കും ഓരോ പ്രവർത്തനത്തിനും ആരോഗ്യം നിലനിർത്താനും ഭക്ഷണം. എന്നാൽ എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം കിട്ടിയെന്ന് വരുന്നില്ല. പക്ഷെ നമ്മൾ അതൊന്നും അറിയാതെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കടലിൽ എത്ര നമ്മൾ അറിയാത്ത സസ്യങ്ങളുണ്ട്. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉണ്ണിക്കാട് ആ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ചില സംശയങ്ങളുണ്ട്. പരിചരിക്കണമെന്ന് ആണ് എന്റെ ആഗ്രഹം. എല്ലാ ആൾക്കാരെയും ഞാൻ എന്റെ സഹോദരിയും സഹോദരന്മാരുമായി കണ്ട് കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൻ ചോരടി ഞാൻ നിർത്തിയിരിക്കുന്നു. ആരും തലറിഞ്ഞു വേണ്ട. ബീച്ച് തന്നെയാണ്. കാരണം ഇവിടെ വന്നിരിക്കുമ്പോ വീട്ടിൽ പുതിയ സെഷനിൽ വന്ന ചില കുട്ടികൾക്ക് മാത്രം ഒരു തപ്പലുണ്ട്. നമ്മൾ കാണുമ്പോൾ നല്ല മനോഹരമാണ്, മണലുണ്ട്. അടുത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. ഉണ്ണിക്കാരാണ് ലഭ്യമായത് കടലിനകത്തുള്ള മീൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഈ മനുഷ്യരെ കുറിച്ചിട്ട് നിങ്ങൾ ഇടക്കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ 2014 അത് വലിയ നന്ദിയുണ്ട്. അത് ഞാൻ ഈ മൈക്ക് കോഴിക്കോട് വള്ളത്തിൽ 2 ക്യാമറ വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിൽ വീഴുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഈ വഞ്ചികളൊക്കെ കുറെ കിഴക്കോട്ടി കാറ്റാടിൻ്റെ ഉള്ളിലേക്കും അവിടേക്കൊക്കെ മാറ്റി നിൽക്കുന്ന കാലഘട്ടം വരും. ഇത് ക്യാമറ വെച്ചിട്ടാണ് പോകുന്നത്. കടലിൻ്റെ ഏത് അടിത്തട്ടിൽ മീൻ നിന്നതിലും നമുക്ക് കാണാൻ കഴിയും. ഇമ്പോർട്ട് വള്ളങ്ങളുണ്ട്. ഈ ചെറുവഞ്ചി ഒരു 5, 6 ഉണ്ട്. അപ്പം നമ്മൾ ഈ ലൈറ്റ് ഹൗസുകൾ കാണും. പൊന്നാനി ലൈറ്റ് ഹൗസ് ദൂരെ പോയി ചില ബാങ്കറിൽ ചെയ്തു. എന്നാലും കുറച്ചും കൂടി നന്നാവാമായിരുന്നു. എന്നാലും അടുത്തതിൽ നല്ല അടിപൊളിയാക്കിയാൽ മതി. മണ്ണിൽ നീ വീഴുമോ പുറത്തിരിച്ചിട്ട് മനോഹരമായി തന്നെ വളരെ ലളിതമായ ഭാഷയിലൂടെ വളരെ രസകരമായിട്ട് ആരും മടുപ്പിക്കാതെ റിയാബത്തുലിനെ കളിയാക്കുമ്പോൾ ഷർട്ടും ഷൂവും എല്ലാം ഒരു അപമാനത്താൽ നിൽക്കുമ്പോൾ നായകനെ രക്ഷിക്കാനായി ആരും പ്രതീക്ഷിക്കാതെ ദുഷ്ടമീശക്കാരൻ നിർത്തുന്നു. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകാം, ലോകം എത്ര മോശമായാലും ഓരോ മനുഷ്യന്മാർക്കുള്ളിൽ നന്മയുണ്ട് എന്ന് ബഷീർ ശക്തമായി പറയുന്നു. ഒരു സാധു പാചകക്കാരനാണ്. ഒരു ദിവസം പെട്ടെന്ന് അപ്പൊ എന്റെ ഉപ്പാക്ക് ഭയങ്കര ദേഷ്യം പിടിച്ച് സ്കൂളിലുള്ളവർക്കൊക്കെ വിളിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കടലിൽ എത്ര നമ്മൾ അറിയാത്ത സസ്യങ്ങളുണ്ട്.